Hello everyone. In നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് മാത്തമാറ്റിക്സ് ഫോർ എക്കണോമിക്സ്. അതായത് മാത്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് ഈ വരുന്ന എക്സാമിൽ നമ്മൾ എത്രമാത്രം എഫക്റ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ ബേസിക്കലി മാത്സ് നമുക്കറിയാം, മിക്കപ്പോഴും എക്കണോമിക്സ് അല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് 10th ക്ലാസ്സിന് ശേഷം അവർക്ക് മാത്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. സോ ഈവൻ ആഫ്റ്റർ 12th-ലാണെങ്കിലും ഡിഗ്രിയിലാണെങ്കിലും ഒക്കെ എക്കണോമിക്സ് എടുക്കുന്നത് പൊതുവെ ആൾക്കാർ മാത്സ് വേണ്ട എന്നാലൊരു എന്താ ബേസിക്കലി UPSC പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു ഐഡിയയിലായിരിക്കും കുട്ടികൾ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ IIT-യിലേക്കുള്ള എക്സാമിനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്സിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ മാത്സിൽ എന്തായുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിന്റെ ബേസിക് ഫോംസ് അല്ലെങ്കിൽ ബേസിക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് നമ്പർ സിസ്റ്റം. നമ്മുടെ നമ്പർ സിസ്റ്റം ചെറിയ ക്ലാസ്സുകളിൽ കേട്ടുവരുന്നതാണ്. നാച്ചുറൽ നമ്പേഴ്സ്, ഇന്റിജേഴ്സ്, ഹോൾ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ്, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് നമ്പർ സിസ്റ്റം നമ്മൾ ചെറുതിലെ തൊട്ടേ കേട്ടുവരുന്നതാണ്. സോ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സെറ്റ് തിയറിയാണ്. അപ്പൊ സെറ്റ് തിയറിയിൽ ഇങ്ങനത്തെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് നമ്പർ പാറ്റേൺ, ഡിഫറെന്റ് കൈൻഡ് ഓഫ് നമ്പർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കാൻ അല്ലെങ്കിൽ ആ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കോൺസെപ്റ്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് നാച്ചുറൽ നമ്പേഴ്സ്. എന്താണ് നാച്ചുറൽ നമ്പേഴ്സ്? നമുക്ക് നോർമലി കൗണ്ട് ചെയ്യാൻ സാധിക്കുന്ന 1, 2, 3, 4 പോലുള്ള കൗണ്ടബിൾ നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് നാച്ചുറൽ നമ്പേഴ്സ്. ഇനി നമ്മൾ ഇതിന് ഓരോ സിംബൽസ് ഉണ്ട്, അത് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, സെക്കൻഡ് സെറ്റ് ഈസ് ഇന്റിജേഴ്സ്. എന്താണ് ഇന്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇന്റിജേഴ്സ് മീൻസ് 0, +1, -1, +2, -2, +3 or -3 അങ്ങനത്തെ കൈൻഡ് ഓഫ്, അതായത് മൈനസ് വാല്യൂയും കൂടി നമ്മൾ കൺസിഡർ ചെയ്ത് 0നും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. നാച്ചുറൽ നമ്പേഴ്സിൽ നമ്മൾ 1, 2, 3, 4 0 എന്നല്ല നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇന്റിജേഴ്സിന്റെ കേസിൽ വി ആർ സ്റ്റാർട്ടിംഗ് ഫ്രം 0. അപ്പൊ 0യ്ക്കും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് ഉണ്ടാവും, അതായത് 0യ്ക്കും 1നും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് ഉണ്ടാവും, 1നും 2നും ഇടയ്ക്ക് വരുന്ന വാല്യൂസ് ഉണ്ടാവും. ഇനി 0യ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ 0യ്ക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്ന വാല്യൂസ് ഉണ്ടാവും. അപ്പൊ ഇതിനെയൊക്കെ കൺസിഡർ ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് ബേസിക്കലി ഇന്റിജേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമതാണ് റാഷണൽ നമ്പേഴ്സ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അതായത് 3/5 അല്ലെങ്കിൽ 4/5, 1/2, 3/4 അങ്ങനത്തെ വരുന്ന ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സിനെയാണ് നമ്മൾ ബേസിക്കലി റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ റാഷണൽ നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഇപ്പൊ ഒരു ജനറൽ ഫോമിൽ പറയുകയാണെങ്കിൽ A/B എന്ന് പറഞ്ഞൊരു റാഷണൽ നമ്പർ ആണ്. എയും ബിയും ഇന്റിജേഴ്സ് ആയിരിക്കും. ഇന്റിജേഴ്സ് ഇൻ ദ സെൻസ് 0 വാല്യൂ വരാം, അല്ലെങ്കിൽ -1 വരാം, +1 വരാം. അങ്ങനത്തെ ഇന്റിജേഴ്സ് ആയിരിക്കും ബേസിക്കലി റാഷണൽ നമ്പേഴ്സിലെ ന്യൂമറേറ്റേഴ്സും ഡിനോമിനേറ്റേഴ്സ്. സോ നെക്സ്റ്റ് നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി റെപ്രസെന്റഡ് ആസ് എ സിമ്പിൾ ഫ്രാക്ഷൻ. നമ്മൾ റാഷണൽ നമ്പേഴ്സ് കണ്ട പോലെ ഒരു സിമ്പിൾ ഫ്രാക്ഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ കഴിയാത്ത നമ്പേഴ്സിനെയാണ് ബേസിക്കലി ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ് ഇൻ ദ ഫോം ഓഫ് റേഷ്യോ. ഒരു റേഷ്യോ ഫോമിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. സോ that kind of numbers are basically irrational numbers. And അതിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ √2, √3, pi, √21 അങ്ങനത്തെ റൂട്ട് നമ്പേഴ്സ് വരുന്നത് ബേസിക്കലി ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. നാലാമത്തെ അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ അടുത്ത സെറ്റ് ഓഫ് നമ്പർ സിസ്റ്റം ആണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇസ് എ കോമ്പിനേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ആൻഡ് ഇറാഷണൽ നമ്പർ. അതായത് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും കൂടി തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ബേസിക്കലി റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഇവിടെ ഒരു ടേബിൾ ഫോമിൽ കാണിച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത നമ്പർ സിസ്റ്റത്തിനെ ഇപ്പൊ ഒന്ന് പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാബുലർ ഫോമിൽ ആക്കിയേക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്ന ടേബിൾ കാണുന്നത്. അത് റാഷണൽ നമ്പേഴ്സ് പറഞ്ഞാൽ ബേസിക്കലി ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്, 5/3 അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ് പറയുന്നത്. അടുത്ത ഇന്റിജേഴ്സ് പറഞ്ഞാൽ അതിനകത്ത് -2, -1, 0, 1, 2, 3 അതെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഇന്റിജേഴ്സ്. ഇനി ഹോൾ നമ്പേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല, പക്ഷെ ഹോൾ നമ്പേഴ്സ് പറഞ്ഞാൽ 0, 1, 2, 3, 4 അങ്ങനത്തെ വരുന്ന നമ്പേഴ്സിനെയാണ്. അതായത് 0 സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് ബേസിക്കലി ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്.
അടുത്താണ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ പറഞ്ഞു കൗണ്ട് ചെയ്യാൻ പറ്റുന്ന 1, 2, 3, 4 കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ റൂട്ട് നമ്പേഴ്സ്, അതായത് ഒരു നമ്പറിന്റെ റൂട്ട്, അതായത് പൈയുടെ വാല്യൂ, ഇതൊക്കെ ബേസിക്കലി ഇറാഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അടുത്തതാണ് സെറ്റ് തിയറി. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ ഇപ്പം ഇതിന് മുന്നേ ഡിസ്കസ് ചെയ്ത ഓരോ കോൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എവിടെയാണെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ അവിടെയാണ് നമുക്ക് സെറ്റ് തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സെറ്റ് തിയറി നമ്മൾ 11th 12th ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കേൾക്കാത്ത, അതായത് മാത്സ് 10th ക്ലാസ്സിന് ശേഷം മാത്സ് ഡിസ്കസ് ചെയ്യുകയോ പഠിക്കുകയോ ചെയ്യാത്തവരായിട്ടുള്ളവർക്കൊക്കെ നമുക്കിത് വളരെ ബേസിക് ഫോർമാറ്റിലായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ സ്റ്റാർട്ടിംഗ് വിത്ത് സെറ്റ് തിയറി. എന്താണ് സെറ്റ് എന്ന് ഉദ്ദേശിച്ചാൽ, സെറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ ഗ്രൂപ്പ്സ് ഓഫ് ഒബ്ജക്ട്സ്. അതായത് ഈ ഒബ്ജക്ട്സ്, അതായത് ആർ ഓപ്പൺ കോൾഡ് എലമെന്റ്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സിനെ പറയുന്നതാണ് സെറ്റ്, അല്ലെങ്കിൽ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയാണ് നമ്മൾ ബേസിക്കലി സെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കംപ്രൈസ് ഓഫ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഓക്കെ, അതാണ് ഇതിന്റെ സിമ്പിൾ ഡെഫിനേഷൻ. സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോ വളരെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയാനാണെങ്കിൽ സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ഇൻ എ ക്രിക്കറ്റ് ടീം. അതായത് ഒരു ക്രിക്കറ്റ് ടീമിലുള്ള ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ആണ്. കാരണം അതിനകത്ത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ബേസിക്കലി സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. അതാണ് എന്താണ് സെറ്റ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതാണ് സെറ്റ്. സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഓക്കെ, അതാണ് ഇതിന്റെ ഡെഫിനേഷൻ. സോ സെറ്റ് ക്യാൻ ബി ഇൻഫൈനൈറ്റ് ആവാം, ഫൈനൈറ്റ്. അതായത് സെറ്റ് നമുക്ക് ഇൻഫൈനൈറ്റും ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൗണ്ട്ലെസ്. അതായത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം കൗണ്ട് ചെയ്യാൻ പറ്റാത്ത എലമെന്റ്സിനെയാണ് നമ്മൾ ബേസിക്കലി ഇൻഫൈനൈറ്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഫൈനൈറ്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റും. കൗണ്ടബിൾ എലമെന്റ്സ് ആണ് ബേസിക്കലി ഫൈനൈറ്റ് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സെറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് അറിയേണ്ട. അതായത് ബിഗിനിങ് പോർഷൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഡെഫിനേഷൻ ആണ് ഓൾറെഡി ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് സെറ്റുകളുണ്ട്. എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് സെറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ്. നമ്മളിപ്പോ പറഞ്ഞു സെറ്റിനകത്ത് ഫൈനൈറ്റ് എലമെന്റ്സ് ഉണ്ടാവും, ഇൻഫൈനൈറ്റ് എലമെന്റ്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ടൈപ്പ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സെറ്റ്. അതായത് ലിമിറ്റഡ്, ഒരു ഗിവൺ നമ്പർ. ഇപ്പം ഒരു സെറ്റ് കംപ്രൈസ് ഓഫ് 1, 2, 3, 4, 5 വരെ ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. കാരണം നമുക്കത് കൗണ്ടബിൾ ആണ്. ഒരു വിത്തിൻ നമ്പറിന്റെ ഉള്ളിൽ ഉള്ള എലമെന്റ്സ് മാത്രമാണ് ആ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അതിനാണ് നമുക്ക് ബേസിക്കലി ഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. രണ്ടാമതാണ് ഇൻഫൈനൈറ്റ് സെറ്റ്. എന്താണ് ഇൻഫൈനൈറ്റ് സെറ്റ്? അതായത് കൗണ്ടബിൾ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സെറ്റിനെയാണ് ഇൻഫൈനൈറ്റ് സെറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് എംപ്റ്റി സെറ്റ്. അതായത് എലമെന്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു സെറ്റിനെയാണ് നമ്മൾ ബേസിക്കലി എംപ്റ്റി സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. നാലാമത്തതാണ് പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് എവറി പോസിബിൾ സബ്സെറ്റ്. അപ്പൊ സബ്സെറ്റ് എന്താ നമ്മൾ വരുന്ന സ്ലൈഡുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബേസിക്കലി സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സബ്സെറ്റ് is when all the elements of set A belongs to set B, then A is a subset of B. അതായത് ഒരു എലമെന്റിലുള്ള ഒരു എ എന്ന് പറഞ്ഞ എലമെന്റിലുള്ള എല്ലാ കാര്യങ്ങളും വേറൊരു സബ്സെറ്റിനകത്ത് ഇൻക്ലൂഡഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു സെറ്റിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ അതിനെയാണ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സോ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ സബ്സെറ്റ് എന്താണെന്നാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്. അതിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8 ഇത്രയും എലമെന്റ്സ് സംഭവമാണ് എ എന്ന് പറഞ്ഞൊരു സെറ്റ്. ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് 2, 3, 6, 8 ഇത്ര എലമെന്റ്സ്. എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള പല എലമെന്റ്സ് ബി എന്ന് പറയുന്ന സെറ്റിൽ ഇൻക്ലൂഡ് ആണ്. അതിനർത്ഥം ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ, അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞത് എയുടെ ഒരു സബ്സെറ്റ് ആണ്. കാരണം എയിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് വാല്യൂസ് ഇൻക്ലൂഡ്, അല്ലെങ്കിൽ ഒരുപാട് എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള മറ്റൊരു സെറ്റാണ് ബി. ദാറ്റ് മീൻസ് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്നാണ്. ഇതാണ് സബ്സെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇതാണ് സബ്സെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇനി വരുന്ന ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇനി വരുന്ന ഒരു ടൈപ്പ് ഓഫ് സെറ്റ് ആണ് യൂണിവേഴ്സൽ സെറ്റ്. അപ്പൊ യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെറ്റ് കണ്ടെയ്ൻസ് ഓൾ ദി സെറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ. അതായത് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ ഒരു എ ബി എന്ന് പറഞ്ഞ എക്സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ എ എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സൽ സെറ്റ് ആണ്. ബി എന്ന് പറയുന്നത് അതിന്റെ ഒരു എലമെന്റ്, അല്ലെങ്കിൽ അതിന്റെ ഒരു സബ്സെറ്റ് ആണ്. എ എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള എല്ലാ എലമെന്റ്സും
മറ്റൊരു സെറ്റ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ എ എന്ന് പറയുന്ന ആ സെറ്റ് നമുക്ക് യൂണിവേഴ്സൽ സെറ്റ് എന്ന് വിളിക്കാൻ പറ്റും. സോ ഇത് കുറച്ച് സിംബൽസ് ആണ്, സെറ്റ് തിയറിയിലെ കുറച്ച് മോസ്റ്റ് ഇമ്പോർട്ടന്റ് സിംബൽസ് ആണ്. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ സിംബൽസ് ഇമ്പോർട്ടന്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ, ഇനി നമ്മൾ സെറ്റ് തിയറി ഓപ്പറേഷൻസ് ഒക്കെ പഠിക്കണമെങ്കിൽ സെറ്റ് ഓപ്പറേഷൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഈ സിംബൽസ് ആയിരിക്കും ബേസിക്കലി ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എക്കണോമിക്സ് നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും ചില സമയത്ത് സിംബൽസിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ഈ സിംബൽസ് പഠിക്കുന്നത് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ n റെപ്രസെന്റ്സ് ഓൾ ദ നാച്ചുറൽ നമ്പേഴ്സ്. എന്തൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്? 1 2 3 4 വരുന്ന കൗണ്ടബിൾ ആയിട്ടുള്ള നമ്പേഴ്സിനാണ് നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ്. എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സിനെ യൂസ് ചെയ്യുന്ന സിംബൽ ആണ് n. Z എന്ന് പറഞ്ഞാൽ ഇൻഡിജേഴ്സ്, അതായത് മൈനസ് വാല്യൂസും സീറോയും മറ്റ് പോസിറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം ഇക്വൽ ആയിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. സോ Z എന്ന് പറഞ്ഞ ഈ ഒരു സിംബൽ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഡിജേഴ്സിനെയാണ്. Q എന്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? Q എന്ന് പറഞ്ഞ സിംബൽ പറയുന്നത് റാഷണൽ നമ്പേഴ്സ്, അതായത് ഫ്രാക്ഷൻ 4/15 13/9 പോലുള്ള റാഷണൽ നമ്പേഴ്സിനെ Q എന്നുള്ള ഒരു സിംബൽ ഡിഫൈൻ ചെയ്തു. R എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ്, അതായത് ഓൾ ദ നമ്പേഴ്സ്. ഒരു നമ്പർ ലൈൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് പേപ്പറുകളിൽ ചെറിയ ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട് നമ്പർ ലൈൻ. ഓരോ നമ്പറിനും വാല്യൂ കൊടുത്തിട്ട് ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് നമ്പർ ലൈൻ. അപ്പൊ നമ്പർ ലൈൻ ഉപയോഗിച്ച് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ നമ്പേഴ്സും, അതായത് റാഷണൽ നമ്പർ ആയിക്കോട്ടെ ഇറാഷണൽ നമ്പർ ആയിക്കോട്ടെ, ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്നതാണ് റിയൽ നമ്പേഴ്സ്. അപ്പൊ റിയൽ നമ്പേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്ന സിംബൽ ആണ് R. C എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ ആണ്, അതായത് നമ്മൾ ശ്രദ്ധിച്ചേ 4+3i. 4+3i എന്ന് പറഞ്ഞാൽ അവിടെ i എന്ന് പറഞ്ഞത് ഒരു ടേം ആണ്, അവിടെ നമുക്കൊരു നമ്പർ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നമ്പറിനെയാണ് നമ്മൾ ബേസിക്കലി കോംപ്ലക്സ് നമ്പർ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അതിന്റെ സിംബൽ ആണ് C. സോ കമ്മിങ് ടു ദ ഇമ്പോർട്ടന്റ് പാർട്ട്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ എന്താണ് സബ്സെറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അതിന്റെ കുറച്ച് സിംബൽസിനെയാണ് നമ്മളോട് ഡിനോട്ട് ചെയ്യാൻ പോകുന്നത്. So when all the elements of a set belongs to set B, അതായത് A എന്നുള്ള സെറ്റിൽ ഉള്ള എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ A എന്ന് പറഞ്ഞ ആ ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും B എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം A is a subset of B. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ നോക്കാനാണെങ്കിൽ നമ്മൾ എടുത്ത ആ ഒരു എയും ബി എന്ന് പറഞ്ഞ സെറ്റില് ബിയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുണ്ട്, അതിനർത്ഥം B എയുടെ ഒരു സബ്സെറ്റ് ആണ്. അതേ സെയിം കാര്യത്തിനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ നമ്മൾ എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നമ്മൾ എടുക്കുന്ന എല്ലാ എലമെന്റ്സും ബി എന്ന് പറഞ്ഞ ഒരു സെറ്റിൽ ഉണ്ടെങ്കിൽ അതിനർത്ഥം എ ഈസ് സബ്സെറ്റ് ഓഫ് ബി. അപ്പൊ ഈ ഒരു സിമ്പിൾ ശ്രദ്ധിച്ചോ, ഈ ഒരു സിമ്പിൾ ആണ് ബേസിക്കലി സബ്സെറ്റ് എന്നുള്ള ആ ഒരു ടേം അല്ലെങ്കിൽ സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺസെപ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്ന സിമ്പിൾ ആണ് ഈ ഒരു സിമ്പിൾ. ഓക്കെ, സബ്സെറ്റിന്റെ ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക്കേഷൻ ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതായത് if A is a subset of B and B is a subset of A, then A is equal to B. ഇവിടെ ഒരു ടൈപ്പ് വന്നതാണ്. ആക്ച്വലി ഇത് A is a subset of B യും B is a subset of A യും ആണെങ്കിൽ A യും B യും തമ്മിലുള്ള, അതായത് A യും B യും ഈക്വൽ ആയിരിക്കും, ആ സെറ്റുകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് സബ്സെറ്റിനെ കുറിച്ച് നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി എന്താണ് empty set? Empty set എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ യൂണിക് സെറ്റ് ഹാവിംഗ് നോ എലിമെന്റ്സ്. ഇറ്റ്സ് സൈസ് ഓർ കാർഡിനാലിറ്റി ഈസ് 0. അതായത് empty സെറ്റ് അല്ലെങ്കിൽ empty സെറ്റിന് പറയുന്ന വേറൊരു പേരാണ് നൾ സെറ്റ്. നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ്സും ഇല്ലാത്ത ഒരു സെറ്റിനെയാണ് നമ്മൾ നൾ സെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ സിമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഓയിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് നൾ സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോ കമ്മിങ് ടു സെറ്റ് ഓപ്പറേഷൻസ്. എന്താണ് സെറ്റ് ഓപ്പറേഷൻസ്? സെറ്റ് ഓപ്പറേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി സെറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ ലൈക്ക് ഇറ്റ്സ് യൂണിയൻ ഓഫ് സെറ്റ്സ്. ലൈക്ക് യൂണിയനും ഉണ്ട് ഇന്റഗ്രേഷനും ഉണ്ട്, അതാണ് രണ്ട് ഓപ്പറേഷൻസ്. സെറ്റ് ഓപ്പറേഷൻസ് പറഞ്ഞാൽ ബേസിക്കലി യൂണിയനും ഉണ്ട് ഇന്റഗ്രേഷനും ഉണ്ട്. അപ്പൊ നമ്മൾ ഇനി വരുന്ന അതായത് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ബേസിക്കലി നമ്പർ സിസ്റ്റം സെറ്റ് തിയറി. അപ്പൊ സെറ്റ് തിയറിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതായത് സെറ്റ് തിയറി നമുക്ക് അറിഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻസും എന്തൊക്കെയാണ് അതിന്റെ കോൺസെപ്റ്റും അതിന്റെ ടൈപ്സ് എന്തൊക്കെയാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ സെറ്റ് ഓപ്പറേഷൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ്, ഈ ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി വരുന്ന വീഡിയോയിൽ ഇതിന്റെ റെസ്റ്റ് ഓഫ് ദ സ്ലൈഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.